എല്ലാവർക്കും സ്വാഗതം പുതിയൊരു റെസിപ്പിയിലേക്ക്. എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ലഡ്ഡു ആണ്. അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് കടലമാവും 2 കപ്പ് പഞ്ചസാരയാണ്. എത്ര കപ്പാണ് കടലമാവ് എടുക്കുന്നത് വെച്ചാൽ അതേ ക്വാണ്ടിറ്റി തന്നെ പഞ്ചസാര എടുത്തോളൂ. അപ്പോഴാണ് മധുരം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ കപ്പിന് 2 കപ്പാണ് കടലമാവ് എടുത്തത്. അതുപോലെ തന്നെ 2 കപ്പ് പഞ്ചസാര എടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൽ നിറത്തിന് വേണ്ടിയിട്ട്, നിറം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. ഫുഡ് കളർ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് മഞ്ഞപ്പൊടി ആയതുകൊണ്ട് മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ അതിന്റെ മാവ് കലക്കിയെടുക്കണം. ദോശമാവിന്റെ പരുവം ഏകദേശം ആ പരുവത്തിൽ തന്നെയാണ് ലഡുവിന്റെ മാവ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. തവ ഉപയോഗിച്ച് കലക്കിയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് നമുക്ക് കട്ട കെട്ടാതെ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേജ് ഒന്ന് തവയിൽ നമ്മൾ ചെയ്തിട്ട് അതിൽ കട്ട കെട്ടാതിരിക്കാനായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ മാവിന്റെ ആ സ്മൂത്ത് ആയിട്ടുള്ള മാവിലേക്ക് അതിനെ മാറ്റാണ് നല്ലത്. ഇതാ നോക്കൂ, ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മാവായതിനു ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോളൂ. നമുക്കിപ്പോൾ പാവ് കാച്ചാം. പാവ് കാച്ചാനായിട്ട് 2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര പാവ് കാച്ചതിന് ശേഷം ബൂന്തി ഉണ്ടാക്കുക അങ്ങനെ അതിന്റെ ആവശ്യമില്ല. പഞ്ചസാര അവിടെ പാവ് നമുക്കൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ബൂന്തി വറുത്തെടുക്കാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്കൊന്ന് ശ്രദ്ധ വേണം. നമ്മൾ തവ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് ഇവിടെ എന്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓട്ടകളിലുള്ള ഹോൾസ് ഉള്ള ഒരു തവയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് മാവ് എടുത്ത് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബൂന്തി ആയിട്ട് നമ്മള് ഓയിലിലേക്ക് വന്ന് വീണോളും. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാണ്ട് ഫ്രൈ ആവരുത്. ഒരു വല്ലാണ്ട് ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലഡുവിന്റെ സ്വാദ് മാറും ടോട്ടലി. അതിന് ലഡു വരുത്തരുത്. ഞാനിപ്പോ ഇതിൽ കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. എത്ര നിങ്ങൾക്ക് ആ എണ്ണയിലേക്ക് എത്ര പാകത്തിന് പറ്റുമോ അത്രയും നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാവും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു തവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തോളൂ. അതല്ലാന്നുള്ളതുണ്ടെങ്കിൽ ഹോൾ ഉള്ളത് എടുത്താൽ മതി. പിന്നെ കറക്റ്റ് ഉണ്ടായിട്ട് ബൂന്തി വന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ലഡുവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്യണത്. അപ്പോൾ ബൂന്തിക്ക് വളരെ ഷേപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ വറുത്ത് പോരുക. ഇപ്പൊ നമ്മുടെ പാവ് നോക്കൂ, ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. അതായത് നമ്മൾ ആ ചട്ടുകത്തിൽ എടുത്തിട്ട് മുകളിൽ താഴേക്ക് ആക്കണ സമയത്ത് നൂല് പോലെ ഇങ്ങനെ താഴേക്ക് വന്ന് വീഴണം. അതാണ് പാവിന്റെ പരുവ്. ഇപ്പൊ ഞാൻ ബൂന്തിയൊക്കെ ഒരുവിധം എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. നമ്മളുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തു. ക്രഷ് ചെയ്തിട്ടും കണ്ടോ ഈ അവസ്ഥയിൽ തന്നെയാണ്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് മണത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളകളാക്കുക. ഉരുളകളാക്കുന്ന സമയത്ത് ഒരു ഇളം ചൂട് വേണം, എന്നാലാണ് കറക്റ്റ് ഉരുളയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഉരുളകളാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ലൂസ് ബൂന്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ലഡു. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വേഗം വരാട്ടോ. ബൈ ബൈ.